ഹായ് ഇറ്റ്സ് മീ ഷെലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മസ്ലിൻ ജക്കോട്ട്. നമ്മൾ നോർമലി കാണിക്കാറുള്ള പാറ്റേൺ ആണ്. അതിന് പുതിയ വോളിയം കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ടയിൽ ചെറിയൊരു വേരിയേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടോ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യം ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് വരുന്നത് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇതിന് 3 കളേഴ്സ് ആയിട്ട് ഞാൻ കാണിച്ചിരുന്നത് വയലറ്റ്, മജന്ത, ഒരു ഷെയ്ഡ് കൊണ്ടുവരുന്നില്ല യെല്ലോ അല്ലേ. യെല്ലോന് 3 കളർ കാണിച്ചിട്ടുണ്ട്. പ്രിന്റിൽ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട് ടോപ്പിന്റെ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഒരു മജന്ത ഷെയ്ഡിൽ വരുന്നതാണ്. മസ്ലിൻ ജക്കോർഡാണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൽ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പിന്റെ സ്ലീവിന്റെ പോർഷൻ സെപ്പറേറ്റ് വരുന്ന കാരണം തന്നെ സ്ലീവ് നോക്കി നോക്കിയാൽ ഫുള്ളാണ്. ഫുൾ നമുക്കൊരു ഇതുപോലെ ഫുള്ള് ജക്കോർഡ് വീവിങ് വരുന്നതാണ്. 3/4 ആണെങ്കിൽ 3/4 സ്ലീവിന്റെ ഫുൾ അതുപോലെ വരും. ഫുള്ളാണെങ്കിൽ താഴ്ഭാഗത്തേക്ക് ചെറുതായിട്ടൊരു ബ്ലാക്ക് പോർഷൻ വന്നിട്ട് ഈ ബോർഡർ വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് സ്ലീവിൽ ഇത് കൊടുക്കാണ്ട് കുറച്ച് ഭാഗം വരെ കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മുടെ ടേസ്റ്റ് പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ നെക്കിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. കുറച്ച് ഡീപ്പ് ഒരു ബ്രോഡായിട്ടുള്ള നെക്കായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ താഴേക്ക് ഒരു ബോർഡർ വരുന്നുണ്ട്. മസ്ലിൻ ജക്കോർഡാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ബോട്ടത്തിലും സെയിം അതുപോലെ തന്നെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഓക്കെ, പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ക്യാൻവാസ് കോട്ടൺ അങ്ങനത്തെ ടൈപ്പിൽ വരുന്നതാണ് ബോട്ടം. ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കാണ് കേട്ടോ. അപ്പോൾ ഡിസൈനിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. പ്രിന്റ് നമ്മൾ കാണിച്ചിരുന്നത് ഇതുവരെ ഈ ഒരു പ്രിന്റ് കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് വരുന്നത്. ഈ സ്ലീവും കൂടെ അത് ഇമാജിൻ ചെയ്യണം കേട്ടോ. ഈ ഒരു സ്ലീവും കൂടെ അതിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫങ്ഷൻ വേറെ ഒരു ഇത് ഭയങ്കര സ്റ്റിഫായി നിൽക്കുന്നതല്ല, കഴുകിയാൽ പോകുന്നതല്ല, ഫുള്ള് സെറിയാണ്. നമ്മൾ ഒരുപാട് ഇതിൻ്റെ കാറ്റഗറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് വരുന്നത്. ലെങ്ത് നമുക്കൊരു 49 ഒക്കെ ലെങ്ത് ഉണ്ടായി. 49-50 ലെങ്ത് കിട്ടും. ഒരു 7XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് വണ്ണ്, ഒരു മജന്ത ഷെയ്ഡിൽ വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു മജന്ത ഷെയ്ഡ്, ഒരു റെഡ് കളർ കൂടെ മിക്സിങ് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ചിലപ്പോൾ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് കണ്ടു കുത്തുന്ന ഒരു കളറായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നെക്കിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഡിസൈൻ ഫുള്ള് 4ന്റെയും ഒരേ പോലെ തന്നെയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കണ്ടില്ലേ, സ്ലീവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരും. ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും ഇത്രയും ഓൾ ഓവർ ഇതുപോലെ സെറി വീവ് വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരിക. ഓക്കെ, വരുമ്പോൾ നല്ല സ്റ്റൈലല്ലേ. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒരു 49-50 ഒക്കെ ലെങ്ത് ഉണ്ടായിരിക്കും. അത്യാവശ്യം ഈ ഒരു സൈസുള്ള ആൾക്ക് 7XL 8XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. സ്ലീവ് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. പ്രീമിയം ആയിട്ടുള്ള ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് സെറി ബോർഡർ, ആ ഒരു ജക്കോർഡ് ബോർഡർ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ബോർഡർ കൂടെ വരുന്നുണ്ട്. ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കാണ്. ബോർഡറിൽ ചെറുതായിട്ടൊരു സെറി വീവ്സ് വരുന്നുണ്ട്, 3-4 ലൈനായിട്ടുള്ള. പിന്നെ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ട ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. ഇത് ചിലപ്പോൾ വീഡിയോയിൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് ആയിരിക്കും അല്ലേ. അങ്ങനെയല്ല, ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഇതാണ് വരുന്നത് കേട്ടോ. റെഡ് കളർ ചെറുതായിട്ടൊരു ടച്ച് വരുന്നുള്ളൂ, അങ്ങനെയാണ്. അടുത്ത ഷെയ്ഡ് യെല്ലോ ആണ്. കുറച്ചും കൂടെ നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ആണ്. പക്ഷെ ഭംഗിയുള്ള ഒരു യെല്ലോ, ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. പക്ഷെ വീഡിയോയിൽ ബ്രൈറ്റ് ആയിരിക്കും. ഓക്കെ, 49-50 ആണ് ലെങ്ത് വരുന്നത്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സെറി ഫുള്ള് വീവ്സ് വരുന്ന ആ ഒരു സ്ലീവ് തന്നെയാണ്. ഫുള്ള് കണ്ട ഇതുപോലെ സെറി വീവ്സ് വരുന്നതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷൻ സോഫ്റ്റ് ആണ്, കുത്തി തറയ്ക്കുന്നതല്ല, സ്റ്റിഫായി നിൽക്കുന്ന സെറി അല്ല കേട്ടോ. ടോപ്പ്. ബോട്ടം ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് ആ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട്. 2 ഇഞ്ച് ബോർഡർ വരുന്നത്. നിങ്ങൾക്ക് ഡബിൾ ആക്കി ചെയ്യാം കേട്ടോ. ആംഗിൾ ലെങ്ത് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ലെയർ ആക്കിയിട്ട് ചെയ്ത് ഒന്നും കൂടെ നീറ്റായിട്ട് കിടക്കും. ഓക്കെ, ദുപ്പട്ട വരുന്നത് ഒരു ആഷ് കളറും ഡീപ്പ് ഒരു ഗ്രേയും ഒക്കെ മിക്സിങ് ആയിട്ടുള്ളത്. ഇതാണ് വരുന്നത് തേർഡ് കളർ കേട്ടോ. അടുത്തത് വരുന്നത് നല്ലൊരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ്. പീകോക്ക് ഗ്രീൻ ആണ് വരുന്നത്. അതിലേക്ക് ദുപ്പട്ട കളർ രസമുണ്ട്. അപ്പോൾ മസ്ലിൻ ജക്കോർഡാണ് മെറ്റീരിയൽ വരുന്നത്. നമുക്ക് 49-50 ലെങ്ത് ഉണ്ടായിരിക്കും. സ്ലീവാണ് ഞാൻ പറഞ്ഞല്ലോ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. 7XL സൈസ് വരെയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ സ്ലീവ് നോക്കി നോക്കിയാൽ സ്ലീവിൻ്റെ ഏരിയ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ. സോഫ്റ്റ് ആണ്, ഭയങ്കര ഫൈൻ ആയിട്ടുള്ളതാണ്. ഭയങ്കര സ്റ്റിഫായി നിൽക്കുന്ന സെറി വീവിങ് അല്ല, ഫൈൻ ആയിട്ടുള്ളതാണ് കേട്ടോ. ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. പീകോക്ക് ഗ്രീൻ കളറിൽ വരുന്നത്. ബോട്ടം വരുന്നതും അതുപോലെ തന്നെ ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം, സെറി ബോർഡർ കൂടെ വരുന്നുണ്ട്. 2 ഇഞ്ച് ബോർഡർ വരുന്നുണ്ട്. ദുപ്പട്ട മസ്ലിൻ സിൽക്കാണ്, സോഫ്റ്റ് ആണ്, നല്ലൊരു മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഒരു സിൽക്കിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നുണ്ട്. സോഫ്റ്റ് മസ്ലിൻ സിൽക്കാണല്ലോ.
ഇതില് വീഡിയോയില് ബ്ലൂ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അതല്ല പീകോക്ക് ഗ്രീൻ ആണ്, നല്ല ഭംഗിയുള്ള കളറാണ്. വീഡിയോയിൽ ചിലപ്പോൾ ഒരു ലോക്കൽ ബ്ലൂവിലേക്ക് അല്ലേ ഉണ്ടാ, സാധാരണ ഒരു ബ്ലൂവിലേക്കാണ് പീകോക്ക് ഗ്രീൻ വരുമ്പോൾ വരാറുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പീകോക്ക് ഗ്രീൻ ആണ്. നോർമൽ നമ്മൾ ഇതിന്റെ പല പല വോളിയൂംസ് ചെയ്തിട്ടുണ്ട്, പർച്ചേസ് ചെയ്തവർക്ക് അറിയാം. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതിലേക്കും ബൈ.